ആങ്ങളമാർക്ക് നീതി ലഭിച്ചു. 6 വർഷത്തെ പോരാട്ടത്തിന്റെ ഫലം നിന്നുണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പുറത്തു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഇവിടെ ആശങ്കയാണ്. കാരണം അവർ രക്ഷപ്പെട്ടു, അവർക്ക് ഇനി എന്ത് ചെയ്യാം? അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇവർ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, CKC നിന്നായാലും അതുപോലെ സർക്കാരും. അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും, എത്ര ത്യാഗം സഹിച്ചാലും, എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കലിലാക്കും വരെ പൊരുതും. അതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും. അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും, കോൺഗ്രസ് പ്രസ്ഥാനം, UDF-ന്റെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാം സന്മനസ്സുള്ള ഒരു വലിയൊരു സമൂഹം കേരളത്തിൽ നമ്മൾ പിന്നീട് ഉറപ്പുണ്ട്. ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ ഇനിയും മുമ്പോട്ട് പോകും. അവരെ തടങ്കലിലടക്കും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരും. MP പറഞ്ഞതുപോലെ അപ്പീൽ പോകാനാണ് MP അവർക്കെതിരെ കൃത്യമായി നമ്മുടെ നിയമജ്ഞരുമായി ആലോചിച്ച്, നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ആലോചിച്ച് നിയമവശത്തു കൂടി എങ്ങനെ നമുക്ക് മുന്നേറാം, ഏത് വിധത്തിലാണ് നമ്മൾക്ക് അവരെ പൂട്ടാൻ പറ്റും എന്നുള്ള രീതിക്ക് ചിന്തിച്ച് ആലോചിച്ചുറച്ച് എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന വിധത്തിലുള്ള ഒരു വിധിയായിരിക്കും, നമ്മൾ അന്വേഷണമായിരിക്കും നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ജീവിതം തന്നെ ഞാൻ പറയാം, നമ്മൾക്കെല്ലാം മക്കളെ നഷ്ടപ്പെട്ട നമ്മൾക്ക് ഒന്നുമില്ല, ആസ്വദിക്കാനില്ല, സന്തോഷിക്കാനില്ല, ഒന്നുമില്ല. ഒരു മരപ്പാവ് പോലെ ഇങ്ങനെ കഴിയാന്നല്ലോ. അതിനിടയിൽ ഇതുപോലെ ക്രൂരകൃത്യം ചെയ്ത ഇവർക്ക് എത്ര കണ്ട് നമുക്ക് ശിക്ഷ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഇത് നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാം. അത് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. അത് നമ്മൾ ചെയ്യും. ഈ മുൻ MLA കുഞ്ഞിരാമൻ